ഹലോ, നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു ക്രഷാണ്. കേക്കിനും പുഡിങ്ങിനും ഷാർജ എന്നിവയ്ക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രഷ്. ഗ്രേപ്സ് കൊണ്ടുള്ള ഒരു ക്രഷാണിത്. ക്രഷ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നല്ല ഗ്രേപ്സാണ്. സീഡ്ലെസ് ആയതും നല്ല മധുരമുള്ളതുമായിട്ടുള്ള നല്ല ഗ്രേപ്സ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. കുറച്ച് വെള്ളത്തിൽ കല്ലുപ്പിട്ട് കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ഗ്രേപ്സ് ഒരു കപ്പ് പഞ്ചസാരയും അര കപ്പ് വെള്ളവും ചേർത്ത് കുക്ക് ചെയ്യാൻ വെക്കണം. ഇവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്തതെങ്കിലും ഗ്രേപ്സിൻ്റെ പുളിക്കനുസരിച്ച് ചിലപ്പോൾ മധുരം കൂട്ടാൻ സാധ്യതയുണ്ട്. നല്ല പുളിയുള്ള ഗ്രേപ്സ് ആണെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഞാൻ ആദ്യം ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കൂട്ടേണ്ടി വരും. ഗ്രേപ്സ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അത് കുക്കായി തുടങ്ങുന്നതാണ്. തിളച്ചൊന്ന് തുടങ്ങി ഒന്ന് ഇളക്കി കൊടുത്ത് വെന്ത് മുകളിൽ വരുന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. ഗ്രേപ്സ് എല്ലാം വെന്ത് മുകളിൽ പൊങ്ങി വരുന്ന ഒരു അവസ്ഥ. അതുവരെ ഇത് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഗ്രേപ്സ് വെന്ത് ഇതുപോലെ മുകളിൽ പൊങ്ങി വരുന്ന ആ സമയത്ത് ഗ്രേപ്സ് എല്ലാം പൊട്ടിയിട്ടുണ്ടാകും. ഇത് ഈ ഒരു കണക്കാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതിനെ തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. അതുവരെ നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം ഒരു മിക്സി ജാർ എടുത്തിട്ട് ഈ ഗ്രേപ്സ് അതിൽ നിന്ന് നമ്മൾ അരിച്ച് മാറ്റി ഈ ജാറിലോട്ട് ഇടുക. മിക്സി ജാറിലോട്ട് മാറ്റണം. നല്ലതുപോലെ ഊറ്റിയെടുത്തിട്ട് ആ ജ്യൂസ് വേറൊരു ബൗളിലോട്ട് ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് ഈ മിക്സി ജാറിൽ ഇട്ടത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ ക്രഷ് ചെയ്ത് നമ്മൾ ചൂടാക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ച് ഈ മാറ്റി വെച്ച ജ്യൂസും ചേർത്ത് ഒഴിച്ച് ഇളക്കണം. എനിക്കത് കാണിക്കാൻ വിട്ടുപോയി, സോറി, റെക്കോർഡായില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണം തിളപ്പിക്കാൻ വയ്ക്കാൻ. ശ്രദ്ധിക്കണം, ഈ ഗ്രേപ്സ് ഒന്ന് ഊറ്റിയെടുത്തത് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് മാത്രം ഒഴിച്ചാൽ മതി, അരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റേ ജ്യൂസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാനിവിടെ വീണ്ടും അര കപ്പ് പഞ്ചസാര ചേർത്തു. നേരത്തെ ചേർത്ത പഞ്ചസാര പോരാതെ വന്നു, പുളി ഉണ്ടായിരുന്നത് കൊണ്ട്. അപ്പോൾ അര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറുക്കണം. ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതുപോലെ ടേസ്റ്റ് അനുസരിച്ച് വേണം ഇതിൽ പഞ്ചസാര ചേർക്കാൻ. ഇതിലിപ്പോൾ ടോട്ടൽ 1.5 കപ്പ് ചേർത്തിട്ടുണ്ട്. പോരാതെ വന്നാൽ നമ്മൾ മധുരം നോക്കി കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ ചേർക്കണം, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം ഇതിനകത്ത്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു ലെമണിൻ്റെ പകുതിയും കൂടെ പിഴിഞ്ഞൊഴിക്കുക. ക്രിസ്റ്റലൈസ് ആകാതിരിക്കാനാണ് ഈ ലെമൺ പിഴിഞ്ഞൊഴിക്കുന്നത്. ലെമൺ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഒരുപാട് കട്ടിയാകുന്നത് വരെ നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാകും. ഈ ഒരു പരുവം മതിയാകും. ഒരു മായവും ഇല്ലാത്ത നല്ല ഒരു ഹോം മെയ്ഡ് ക്രഷ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. കുറച്ച് നേരം കുക്ക് ചെയ്യുന്നത് ഒഴിച്ചാൽ വളരെ എളുപ്പമുള്ള ഒരു പ്രോസസ്സാണിത്. ഗ്രേപ്സും പഞ്ചസാരയും മാത്രം മതിയാകും.
നമ്മൾ ഒരു 250 ഗ്രാം ഗ്രേപ്സ് ക്രഷ് ചെയ്തെടുത്തപ്പോൾ ഇത്രയാണ് കിട്ടിയത്. ഇനി നമ്മൾ നല്ല ഒരു ജാറിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഒരു 3-4 ദിവസം വരെ പുറത്തിരിക്കും. നമ്മൾ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് കൂടുതൽ നാൾ വെളിയിലിരിക്കുമോ എന്ന് അറിയില്ല. അപ്പോൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെച്ചത് 1 മാസം വരെ യൂസ് ചെയ്യാവുന്നതാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.